സ്കിൽ സെലക്ട് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നതിൻ്റെ ഇമെയിലാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഒരു ഇൻവിറ്റേഷൻ സ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പെർമനൻറ്റ് റെസിഡൻസി ഓസ്ട്രേലിയയിൽ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടിയാലുള്ള അർത്ഥം. പക്ഷേ അത് കിട്ടുന്നതിന് മുമ്പുള്ള ആ വെയിറ്റ് എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല, നിങ്ങൾ ഇനി PR പ്രോസസ് ആപ്ലിക്കേഷൻ ചെയ്തു, ഫീസൊക്കെ അടച്ചു, ഗ്രാൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, എപ്പോൾ കിട്ടുമെന്ന് ഒരു ഐഡിയയും ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾക്ക് ഒരു ഉത്തരം പറഞ്ഞു തരാൻ ഗവൺമെൻറ്റോ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിലുള്ള വെബ്സൈറ്റോ ഒന്നും ക്ലിയർ ആയിട്ടൊരു ആൻസർ പറയുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷനിലുള്ളവരാണ് നിങ്ങളെങ്കിലാണ് ഈ വീഡിയോ കാണേണ്ടത്. നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, നിങ്ങൾക്ക് എത്ര നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഏകദേശം മനസ്സിലാക്കാൻ രണ്ട് വഴികളാണുള്ളത്. ആ രണ്ട് വഴികളും ഈ വീഡിയോയിലുണ്ടാവും. ഒന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൽ കറണ്ട് ഇൻവിറ്റേഷൻ റൗണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 2024 മെയ് മാസത്തിൽ ഈ വെബ്സൈറ്റ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് ലാസ്റ്റ് ഇയർ 2023 ഡിസംബർ വരെയുള്ള ഇൻവൈറ്റിനെ കുറിച്ചാണ്. അതിനുശേഷം ഇൻവൈറ്റ് കൊടുത്തിട്ടില്ലെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ്റെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലാവില്ല ഈ വെബ്സൈറ്റിൽ നിന്ന്. ഇതിനു വേണ്ടി മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്, പക്ഷേ ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇതൊരു ജനറൽ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്റ്റാൻഡിങ് പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ തന്നെ വെയിറ്റ് ചെയ്യുന്ന മറ്റുള്ളവരുടെ സ്റ്റാൻഡിങ് പൊസിഷൻ എന്താണ്. ഈ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഇമി ട്രാക്കർ എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഈ ഇമി ട്രാക്കർ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് പോയി, ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിലേക്ക് പോയി, ഇതൊരു കൺഫ്യൂസിങ് ആണ് ഈ വെബ്സൈറ്റ്, എങ്കിലും നിങ്ങൾ കുറച്ച് നേരം ഒന്ന് റിസർച്ച് നടത്തി അതിൽ ഓസ്ട്രേലിയൻ റിലേറ്റഡ് ആയിട്ടുള്ള വിസകളും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ വെയിറ്റിങ്ങും അല്ലെങ്കിൽ വിസ ഗ്രാൻറ്റിൻ്റെ വെയിറ്റിങ്ങും ഒക്കെ തന്നെ ഈ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലെ തന്നെയും വെയിറ്റ് ചെയ്യുന്ന മറ്റുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ വന്ന് അതിൻ്റെ സ്റ്റാറ്റസ് ഇടുക എന്നാണ്. അതായത് 100% ആൾക്കാർ ഈ വെബ്സൈറ്റിൽ ഉണ്ടാവണം എന്നില്ല, പക്ഷേ നമുക്കൊരു 30 to 50% ആൾക്കാർ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഈ വെബ്സൈറ്റിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ട്രാക്കിങ് നമുക്കൊന്ന് നോക്കാം. ഈ പേജിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്നാണ് ഇവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടത്, എന്നാണ് ഇവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് എന്ന് 2 സെപ്പറേറ്റ് കോളത്തിൽ ഈ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട ഡേറ്റ് എന്നാണ്, നമ്മുടെ പോയിൻ്റ് എത്രയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും നമുക്ക് എപ്പോഴേക്കാണ് ഇൻവിറ്റ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങളിതിൻ്റെ വിസ ഗ്രാൻറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് പേജുണ്ട്. ആ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ചെയ്തത് കഴിഞ്ഞ വർഷം 2023 മെയ്യിലാണെങ്കിൽ ഈ വർഷം 2024 മെയ്യിൽ ഇൻവിറ്റേഷന് ഗ്രാൻഡ് അല്ലെങ്കിൽ ആ വിസ പ്രോസസ്സ് ചെയ്ത് ഗ്രാൻഡായ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഏത് മാസം കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തവർക്കാണ് ഇപ്പോൾ വിസ ഗ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഗ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും. അതായത് ഓൾമോസ്റ്റ് 2023 മെയ്, ജൂൺ, ജൂലൈ കാലഘട്ടങ്ങളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നവർക്കാണ് നമ്മുടെ 2024 ഏപ്രിൽ, മെയ് കാലഘട്ടങ്ങളിൽ ഗ്രാൻഡ് ആവുന്നതെങ്കിൽ നിങ്ങളുടെ അപ്ലൈ ചെയ്ത മാസമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഏതൊരു മാസത്തേക്കാണ് നിങ്ങൾക്ക് ഗ്രാൻഡ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ആൾക്കാർ എനിക്ക് എഴുതി ചോദിക്കുന്നുണ്ട് നമുക്ക് എത്ര പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടും, എത്ര പോയിൻ്റ് ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുമെന്നൊക്കെ. ഇതിനൊന്നും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ആൻസർ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ 2 മെത്തേഡുകളിലൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് ഓസ്ട്രേലിയൻ PR പ്രോസസ്സിലുള്ളത്, നിങ്ങൾക്ക് എത്ര കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും, എത്ര പോയിൻ്റ് കിട്ടിയാലാണ് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇമി ട്രാക്കർ യൂസ് ചെയ്ത് കുറച്ച് സമയം എടുക്കും ഇത് മനസ്സിലാക്കി എടുക്കാൻ. ലോഗിൻ ചെയ്യുക, അതിനുശേഷം ഓസ്ട്രേലിയയുടെ തന്നെ ട്രാക്കേഴ്സ് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇതിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ അത്ര ഈസി അല്ല. ശ്രദ്ധിച്ചു നോക്കിയില്ലേ, നമ്മൾ ചിലപ്പോൾ EOI ട്രാക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും പക്ഷേ ചിലപ്പോൾ നമുക്ക് വിസ ട്രാക്കിംഗ് ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത്. അപ്പോൾ ആ നെയിം കറക്റ്റായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ട്രാക്കിംഗ് യൂസ് ചെയ്യുക. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക വീഡിയോ, അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ്.